നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, കുടുംബവും നന്നാണം, ബിസിനസ്സും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോണെന്ന് ആഗ്രഹിച്ചാല് എല്ലാവർക്കും അത് ആ ഭാഗ്യം ഒരേപോലെ കിട്ടിയെന്ന് വരില്ല. അനിയുടെ കാര്യത്തിലും അതാ സംഭവിച്ചേ. ബാക്കി നമ്മുടെ മക്കൾക്കൊക്കെ അത് കിട്ടി. പക്ഷെ അനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നന്ദുവിന്റെ വിവാഹം നിശ്ചയമെന്നറിഞ്ഞിപ്പോ എനിക്ക് സഹിക്കുന്നില്ല. ആ കുട്ടി ഇങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നു. അതെ, അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവിടേക്ക് പോയത്. പക്ഷെ എങ്കിൽ അതിന് അവൾക്ക് സമ്മതമല്ലായിരുന്നു. അവരുടെ സമ്മതമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലാതെ നമ്മൾ അതിനെ മോഹിക്കുന്ന പോലും നമ്മുടെ സ്വാർത്ഥതയെ അവസ്ഥരെ അറിയാലോ. ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയുവാ. അപ്പൊ അവരെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ശരിക്കും നന്ദു ഇങ്ങോട്ടേക്ക് വരുമായിരുന്നെങ്കിൽ അനാമയുടെ വീട്ടുകാർക്കും ഒരു അടിയായിരുന്നു. കോടതി വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ നന്ദു ഇവിടേക്ക് വരേണ്ടതായിരുന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പം നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞാലും അനിയുടെ കാര്യം എന്തായി തീരും? അനിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവന്റെ മനസ്സിൽ എപ്പോഴും ആ കുട്ടി തന്നെയാ. അത് സാരമില്ല വസുന്ധരെ, നന്ദുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ അത് മാറിക്കോളും. പിന്നെ അവന് അവളെ മനസ്സിലിട്ടോണ്ട് നടക്കില്ല. അവള് കല്യാണം കഴിഞ്ഞ് വേറൊരു പെണ്ണായിരിക്കില്ലേ? അങ്ങനെ മനസ്സ് മാറുന്ന ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ട് പോലും അനിയുടെ മനസ്സിൽ അനാമിക മാത്രമേ ഉണ്ട്. അനാമിക ഇല്ലായിരുന്നു, നന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതും ശരിയായിട്ടുള്ള കാര്യ. പക്ഷെങ്കിലൊരു കാര്യമുണ്ട്. അന്ന് കല്യാണം കഴിഞ്ഞാലും അനിയും അനാമികയും തമ്മിൽ വേറൊരു വിവാഹ ജീവിതം നയിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. നന്ദു മാത്രം മനസ്സിലുണ്ടായിരുന്നേ. ഇനിയിപ്പം നമ്മളിതിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, നന്ദു ഇങ്ങോട്ടേക്ക് വരുന്നായിരുന്നു എനിക്കിഷ്ടം. അവളായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ബലമായിരുന്നു. മാത്രമല്ല അവൾ നല്ല മിടുക്കി കുട്ടിയായിരുന്നു. എന്ത് ചെയ്യാനാ വസുന്ധരെ? അതും പറഞ്ഞ് മുത്തശ്ശൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതേസമയം ഹനിയും രാകേഷും കൂടെ CA സച്ചിയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോവാണ്. അങ്ങനെ അവരൊരു കടയിൽ കയറി. ചെറിയ പെട്ടിക്കടയിലാണ്. പെട്ടിക്കടയിൽ കയറിയിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ 2 നാരങ്ങ വെള്ളം എന്ന് പറയണം. പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അനിയ സച്ചിയുടെ ഫോട്ടോ എടുത്തിരിച്ചു. അല്ല ചേട്ടാ, ഇദ്ദേഹത്തെ അറിയുമെന്ന് ചോദിക്കുകയാണ്. അറിയും. ഇദ്ദേഹം ഇപ്പൊ വലിയ പോലീസുകാരനൊക്കെ അല്ലേ. പണ്ട് ഇവിടെ ഈ കടയിലൊക്കെ വരുമായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെ വരാറൊന്നും ഇല്ല എന്ന് പറയണം. അപ്പോഴേക്കും അനി 2 ഉപ്പ് വെള്ളവും കൂടെ പറഞ്ഞു. ആ സമയത്ത് വേറൊരു ചെറുപ്പക്കാരനും ആ കടയിലുണ്ടായിരുന്നു. ആ സമയം അനി ചോദിച്ചു, അല്ല ആളെങ്ങനെയുണ്ട്? പ്രശ്നക്കാരൻ വല്ലതും ആണോ? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അയ്യോ ഞങ്ങളൊന്നും പറയാനില്ല. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ എടുത്തിട്ട് അയാൾ ചാമ്പും. വെറുതെ എന്തിനാ ഞങ്ങൾ തല്ലി മേടിക്കുന്നത്? അയ്യോ ചേട്ടാ, ചേട്ടൻ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത് അതിനൊന്നും അല്ല. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിലുള്ളൊരു പെൺകുട്ടിക്ക് ഒരു കല്യാണം. അപ്പൊ ആളുടെ സ്വഭാവം ഒന്ന് അറിയാൻ വേണ്ടിട്ടാ, എങ്ങനെയുണ്ട് ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാ ഞങ്ങൾ ചോദിച്ചേ. അത് കേട്ടപ്പോ അയാൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയണം. അപ്പൊ എന്താ പറയണെന്നുള്ള കാര്യം പറയണില്ല. അയാൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അനിക്കും വിഘ്നേഷിനും സന്തോഷമായി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് ചെക്കിങ്. അങ്ങനെ പോലീസ് അവരുടെ വണ്ടി ചെക്ക് ചെയ്യണമെന്ന് പറയണം. ആ സമയത്ത് ഒരു പോലീസുകാരൻ നിന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ മൂർത്തി ജ്വല്ലറിയുടെ GM. ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി ചോദിച്ചു, അല്ല ഇദ്ദേഹത്തെ കണ്ടു പരിചയമുണ്ടോ എന്ന് ചോദിക്കണം. ആ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയണം. സച്ചിയുടെ ഫോട്ടോയെ കാണിച്ചേ. അങ്ങനെ അവർ അവിടുന്ന് വണ്ടിയെ കയറി പോന്നു. പോരുന്ന സമയത്ത് നന്ദുവിന്റെ കോള് വരുന്നേ. നന്ദു വിളിച്ചപ്പോഴത്തേനും അനി ചോദിച്ചു, എന്താടി? അല്ല എന്താടാ നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, സമാധാനപ്പെട്. എന്നാലും എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോഴേക്ക് രാകേഷ് ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു, നീ എന്തിനാടി വിഷമിക്കണേ? നീ പേടിക്കണ്ട. ഇനി ഒന്നിനും സാധിച്ചില്ലെങ്കിൽ അവന്റെ കൈയും കാലും ഒക്കെ ഞങ്ങൾ തല്ലി ഒടിച്ചോളാം. കൈയും കാലും തല്ലി ഒടിക്കാനുണ്ടോ നിന്നോടൊക്കെ പറഞ്ഞേ? ഫോണിൽ കൂടെ ഇങ്ങനെ പറയാൻ പോലും പാടില്ല, അറിയാലോ. അനി പറഞ്ഞു, എന്താ പറഞ്ഞാല്? എടാ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. കൈയും കാലും തല്ലി ഒടിക്കുന്ന കാര്യമൊന്നും ഇല്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അപ്പൊ നീയല്ലേ പറഞ്ഞത് ഈ വിവാഹം മുടക്കണം, അല്ല വിവാഹം നിശ്ചയം മുടക്കണം എന്നൊക്കെ പറഞ്ഞത്? എന്നിട്ടിപ്പോഴോ? എടാ അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കില് എടി ഞങ്ങക്ക് വേറൊരു നിവൃത്തി ഇല്ലെങ്കിലത്തെ കാര്യം ഞങ്ങൾ പറയണേ. നോക്കാം, ഒരു കാരണവശാലും ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അന്വേഷണം ഉണ്ടാ നോക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനും അന്വേഷിക്കാം. അവനെക്കുറിച്ചുള്ള എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നന്ദു കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും രാകേഷ് പറഞ്ഞു,
എടാ, അവൾക്ക് നല്ല വിഷമല്ലേ? അതെ, അവൾക്ക് നല്ല വിഷമ. എങ്ങനെ വിഷമിക്കാതിരിക്കും? അവനെ പോലെ ഒരു ഉത്തരം ഒരിക്കലും ആരും ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് കൂട്ടാക്കത്തില്ലോ. എടാ, അല്ലെങ്കിലും നിന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. നീ ഒരു പെണ്ണിനെ ആദ്യം വിവാഹം കഴിച്ചു, അന്ന് ആ വിവാഹം വേണ്ടായിരുന്നു. അങ്ങനെ അവളെ വിവാഹം കഴിക്കാതിരിക്കുവാണെങ്കിൽ ഇപ്പൊ നന്ദുവായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കായിരുന്നു. അനി പറഞ്ഞ അതെ, അതെനിക്കൊരു പാഠം തന്നെയായിരുന്നുടാ ആ വിവാഹം. ആ വിവാഹത്തിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിച്ചു. അതുകൊണ്ട് എന്തായി, ഇനി ഒരു വിവാഹം കഴിക്കുവാണെങ്കിൽ ഞാൻ നല്ല രീതി ജീവിക്കും. അത് കേട്ടെന്ന് രാകേഷ് പറഞ്ഞു, അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നുമല്ലെങ്കിൽ കൈയും കാലും തല്ലി ഓടിച്ചേക്കാം. നന്ദു പറയുന്ന പോലെയല്ല, ഇരുട്ടടി കൊടുത്തിട്ടാണ് ശരി, ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെ രാകേഷ് ഭയങ്കര സന്തോഷത്തോടെ അനിയോട് പറയണേ. എങ്ങനെയെങ്കിലും മുടക്കിയല്ലേ മതിയാവുള്ളൂ വിവാഹം, അല്ലെങ്കിൽ നന്ദുവിനെ അനിയുടെയും ജീവിതം തകരുമെന്ന് അവർക്ക് നന്നായി അറിയാം. പിന്നീട് അനിയൻ്റെ ആകേഷും കൂടെ പോകുന്ന സിയയുടെ തറവാട് വീടിൻ്റെ അടുത്തേക്കാണ്. അപ്പൊ അവിടെയൊക്കെ പോയുള്ള ആൾക്കാരുടെ ഒക്കെ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ അവിടെയൊക്കെ പോയി അവിടെയുള്ള കടയിലുള്ള ആൾക്കാരുടെ ഒക്കെ അറിയാവുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് കുറെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. ഒടുവില് അനി വന്ന് രാകേഷിനോട് പറഞ്ഞു, എടാ, നാളെ നിശ്ചയമാണ്, ഇനി കുറച്ച് സമയം കൂടെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏത് റൂട്ടിൽ പോകണമെന്ന് അറിയത്തില്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്നുകൂടെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ്, രാകേഷും അനിയും കൂടെ കയറുവാണ്. രാകേഷ് പറഞ്ഞ് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. എടാ, അതിപ്പം വിവാഹ നിശ്ചയം നടക്കുമെന്ന് പോലും അവൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നല്ലോ. ഇടപെടിന്ന് ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സാരമില്ല, നീ ടെൻഷൻ അടിക്കണ്ട വാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവര് വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയം CI സച്ചി അങ്ങനെ നന്ദുവിനെ കുറിച്ചുള്ള ഓരോ ചിന്തകളായിരുന്നു. അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ കരുതിയിട്ട് നന്ദുവിനെ ഫോൺ വിളിക്കുകയാണ്. എന്താ സാർ, എന്താ കാര്യം? അല്ല, നാളെ നമ്മുടെ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ പകുതി കല്യാണമാ. നന്ദു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല നന്ദു, അതെ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കണം കേട്ടോ. എന്താ സാർ പറഞ്ഞേ, വേണ്ടാത്ത ബന്ധങ്ങളോ? എനിക്ക് വേണ്ടുന്ന ബന്ധങ്ങളൊക്കെ മാത്രമേ സാറേ ഉള്ളൂ, അല്ലാതെ വേണ്ടാത്ത ബന്ധങ്ങളൊന്നുമില്ല. അല്ല, അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ചില ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ, അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് വേണ്ടാന്നായി പറഞ്ഞ്. സാറേ, സാറിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൈകടത്താൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. സാറിന്റെ ഫ്രണ്ട്സിനോട് സാറ് സംസാരിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കരുതെന്ന് പറയാനായിട്ട് സാറിനും അധികാരവും അവകാശവും ഇല്ല. അതെന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതിനകത്ത് കയറി സാറ് തലയിടണ്ട. അല്ല നന്ദു, ഞാൻ പറഞ്ഞ അങ്ങനെ വേണ്ടാത്ത ബന്ധങ്ങൾ കാരണം നമ്മുടെ കുടുംബജീവിതം തരേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളൊന്നും പോലെ, അതാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സാറേ, ഇമാതിരി കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട. ഇനി കല്യാണം കഴിഞ്ഞെന്ന് ഓർത്തോണ്ട് എന്റെ ബന്ധങ്ങളൊന്നും ഇല്ലാതാക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ആ ബന്ധങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ചെയ്യും. ഒരിക്കലും ഞാൻ അതൊന്നും പിഴുതെറിയാനും പോകുന്നില്ല. അങ്ങനെ വിചാരിച്ച് സാറിന്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യണ്ട. പറഞ്ഞത് കേട്ടല്ലോ. സാറിന്റെ ജീവിതത്തില് സാറിനുള്ള ബന്ധങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഞാൻ പറയണില്ല. അറിയാലോ, അങ്ങോട്ടൊരു പാല് വിട്ട് അതുപോലെ ധരിച്ച് ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം. ആ ഒരു ചിന്ത ഓർമ്മ എപ്പോഴും വേണം. ശരി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോകാന്ന് പറഞ്ഞ് നന്ദു കോള് കട്ട് ചെയ്തു. CI ശരിക്കും ചമ്മി. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. നന്ദു അങ്ങനെ പെട്ടെന്നൊന്നും തന്റെ മുന്നിൽ കീഴടങ്ങില്ലെന്ന് മനസ്സിലായി. അവളെങ്ങനെ കീഴടങ്ങാനാ? അനിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചേ, പക്ഷെ അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് അവള് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം അയാളുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായി. അങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോ സച്ചിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. എന്താടാ വെളറി വെളുത്ത് നിൽക്കുന്നേ? എന്ത് പറ്റി? അതെ, ഞാൻ വെളറി വെളുത്തൊന്നുമല്ല നിൽക്കുന്നത്, ഞാൻ എന്റെ പെണ്ണിനെയാ വിളിച്ചേ. അവള് നിന്നെ ആട്ടി കാണുമായിരിക്കൂലേ? പോ അച്ഛാ, നാളെ ഞങ്ങളുടെ വിവാഹം നിശ്ചയ, പിന്നെ അവൾ എങ്ങനെ എന്നെ ആട്ടുന്നേ? എന്നോട് നല്ല സ്നേഹത്തോടു കൂടി സംസാരിച്ച് പിന്നെ നിന്നോട് സ്നേഹത്തോടു കൂടി സംസാരിക്കും. അത് എന്നോട് നീ പറയേണ്ട കാര്യമുണ്ടോ? നിന്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ. എടാ, ഇത്തവണ എങ്കിലും ഒരു നല്ലൊരു മരുമകളെ കിട്ടുവോ? എന്റെ അച്ഛൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുക്കള പണി എടുപ്പിക്കാനല്ല ഞാൻ അവളെ കൊണ്ടിരുന്നേ. അവളെ SI ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളെ മിക്കവാറും നല്ല ഉയർന്ന റാങ്കിലേക്ക് തന്നെ പോവും. പിന്നെ പോകും. ഇതിന് ശേഷം വേണം അവളെ കൊണ്ട് സിവിൽ സർവീസ് എഴുതിക്കാനായിട്ട്. അവളും ഞാനും എഴുതും, കണ്ടു, ഉറപ്പായിട്ടും ഞങ്ങൾ അത് പാസ്സാകുകയും ചെയ്യും. എടാ, നീ ഒരു CI ആയത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതുന്ന ആളാ ഞാൻ. പിന്നെയാണ് നീ സിവിൽ സർവീസ് എഴുതി പാസ്സാകാൻ പോകുന്നത്. നല്ല കഥയായി. ഇത് എന്നോട് തന്നെ വേണോടാ, സ്വന്തം അച്ഛനോട് തന്നെ. എന്റെ അച്ഛൻ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നേ? സ്വന്തം മകന്റെ കഴിവിൽ ഒരു വിശ്വാസം ഇല്ലേ? പിന്നെ വിശ്വാസം ഉണ്ടോന്ന് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നവനല്ലേ നിന്റെ അച്ഛന്. പിന്നെ നീ എന്റെ അടുത്ത് തന്നെ വേണോടാ കളിക്കാനായിട്ട്. അതും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോ
സച്ചിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷനൊക്കെ ആയി. കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ലെന്ന് അയാളുടെ വീട്ടുകാർക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുപോലെ തന്നെ അയാൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇതേ സമയം ദേവേനയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലിരിക്കുവാണ്. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് വന്നു. എന്താമേ എന്ത് പറ്റി? എടാ ഇതുവരെയായിട്ടും അനി വന്നില്ലല്ലോ, എനിക്ക് നല്ല വിഷമമുണ്ട്. ഒന്നാമത്തെ കാര്യം നന്ദുവിന്റെ വിവാഹം നിശ്ചയല്ലേ, അത് അവന് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അവൻ ഇന്നാളത്തെ പോലെ ഫ്രണ്ട്സുമായിട്ട് വല്ല കൂട്ടുകൂടി മദ്യപിച്ച് ഇരിക്കുവാണോ, അതൊക്കെ ഉറക്കം വന്ന് നല്ല വിഷമമുണ്ട്. ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ലമ്മേ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എടാ അതൊന്നുമല്ല, എന്നാലും കല്യാണത്തിന് മുമ്പ് നിനക്കറിയായിരുന്നു അവർ തമ്മിലുള്ള അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നല്ല കഥയായി. ഇതാരാ പറയുന്ന, അമ്മയോ? അല്ല, അവന്റെ കല്യാണത്തിനൊക്കെ മുമ്പ് അമ്മയ്ക്ക് പിന്നെ ഇളയമ്മയായിട്ടല്ലായിരുന്നോ അടുപ്പം? നിങ്ങളെല്ലാരും കൂടെ എതിർത്തല്ലേ? നിങ്ങൾക്ക് അതിനെ നയനെ പോലും കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വിവാഹക്കാര്യം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും നടക്കുമായിരുന്നോ? ഒന്നും നടക്കില്ലായിരുന്നു. എന്നിട്ട് ആ അമ്മ തന്നെ വേണം ഇപ്പൊ ഇത് പറയാനായിട്ട് എന്ന് പറയാണ്. അപ്പോഴേക്കാണ് ബൈക്ക് വരുന്ന ശബ്ദം കേട്ടെ. അതെ, അവൻ വന്നെന്നാ തോന്നേ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനി അങ്ങോട്ടേക്ക് വരുവാണ്. അനി അങ്ങോട്ട് കയറി വന്നപ്പം ദേവേനെ വെച്ചു. എടാ മോനെ, നീ ഇത് എവിടെയായിരുന്നു ഇത്ര സമയം? അതെ, ഞാൻ ജൂവലറിയിൽ. എടാ നീ ജൂവലറി ഇത്ര സമയം എന്തെടുക്കുമായിരുന്നു? അതെ ഏട്ടാ, ഓവർ ടൈം ജോലി ചെയ്യാന്ന് വിചാരിച്ചു. ഓവർ ടൈം ജോലിയോ? അല്ല പിന്നെ, നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, ഞാൻ കരുതി നീ എവിടെയെങ്കിലും മദ്യപിച്ച് കിടക്കണമെന്ന്. എന്തിന്? അല്ല, നാളെ നന്ദുവിന്റെ വിവാഹ നിശ്ചയമല്ലേ, അതിന് ഞാനിപ്പം മദ്യപിച്ച് കിടക്കേണ്ട കാര്യമുണ്ടോ വല്യമ്മേ? അതിന്റെ കാര്യമൊന്നുമില്ല. എടാ നാളെ നീ വിവാഹ നിശ്ചയത്തിന് വരത്തില്ലേ? അപ്പോഴേക്കും അനി പറഞ്ഞു, ഞാൻ വരുന്നില്ല. അതെന്താ? ഞാൻ വന്നാൽ ശരിയാവത്തില്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എടാ അതെങ്ങനെ ശരിയാവും എന്റെ ആദർശേട്ടാ? അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ CIക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല, അറിയാലോ. പിന്നെ നമ്മൾ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയും ശരിയാവുന്നേ? അവര് വിരുന്നിനും മറ്റും ഇങ്ങോട്ടേക്കൊക്കെ വരണ്ടല്ലേ? അപ്പോഴും നിനക്ക് അവരെ ഫേസ് ചെയ്യണ്ടല്ലേ? ആ അതെന്തേലും ആട്ടെ, കല്യാണം മംഗളകരമായിട്ട് നടന്നാ മതിയായിരുന്നു. അപ്പോഴേക്കും ദേവേനിച്ചു, നീ എന്താടാ അങ്ങനെ പറഞ്ഞേ? നീ ഇനിയിപ്പോ കല്യാണം മുടക്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഞാനോ? ഞാൻ അങ്ങനെ എന്തേലും ചെയ്യുവോ? ഓ, അതിന്റെ കാര്യമൊന്നുമില്ല. മുടങ്ങേണ്ടതാണ്, മുടങ്ങുക തന്നെ ചെയ്യും. അതിനിപ്പോ ആരും തടഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതും പറഞ്ഞുകൊണ്ട് ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അനി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ദേവേനെ ആദർശനോട് പറഞ്ഞു, എടാ ആദർശേ, അവൻ കല്യാണം മുടക്കാൻ വേണ്ടി എന്തേലും ചെയ്തിട്ടുണ്ടോ? ഏയ് അവനങ്ങനെ ചെയ്യോ? ഇനി ചെയ്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം നന്ദുവിന്റെ മനസ്സിൽ അനിയും അനിയുടെ മനസ്സിൽ നന്ദുവാ. എന്നാലും എന്നാ അമ്മേ, നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ. അവന്റെ വിഷമം കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നന്ദുവിന്റെ മനസ്സിൽ അനി തന്നെയാന്നാ അവിടെ പോയി നായനെ പറഞ്ഞിരിക്കുന്നേ. ഇതുവരെയായിട്ട് നന്ദുവിനൊരു മാറ്റം വന്നിട്ടില്ലെന്ന്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പോലും അറിയത്തില്ല. ദേവേന് പറഞ്ഞു, ദൈവമേ എങ്ങനെയാവും? അവൾക്ക് നല്ല ടെൻഷനുണ്ട്. ചിലപ്പോൾ നന്ദുവിന്റെ കല്യാണം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദർശ് പറഞ്ഞു, അത് ശരിയാ. അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു വിവാഹം കഴിപ്പിക്കണം. അത് നടക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പെട്ടെന്നൊന്നും അവനൊരു വിവാഹത്തിന് തയ്യാറാവില്ല. അവനിനി വേറെ കല്യാണം കഴിക്കുമോന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ കുറെ കാലങ്ങൾ വേണ്ടി വന്നിരിക്കും അവൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത കാര്യം അമ്മേ. അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ. അതും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് നല്ല വിഷമമായി. ഇതേ സമയം നന്ദുവും നയനയും കൂടെ കിടക്കുവാണ്. അപ്പോഴേക്കും നയന നന്ദുവിനോട് ചോദിച്ചു, എന്താ നന്ദു, എത്ര കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നേ? നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തെ? അത് നയനേച്ചി, അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ സച്ചി. എന്നിട്ടോ അയാൾ പറഞ്ഞു അനിയായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിക്കണമെന്ന്. ഞാൻ അയാളോട് പറഞ്ഞു, അതൊന്നും അങ്ങനെ പറ്റുന്ന കാര്യമൊന്നുമല്ല. നിങ്ങളെ കല്യാണം കഴിച്ചെന്നോർത്തോണ്ട് എനിക്ക് എന്റെ ബന്ധങ്ങളൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ലെന്ന്. ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അയാൾ പക്ക ഒരു ഫ്രോഡാന്ന് പറയാണ്. ആ സമയം നയന പറഞ്ഞു, നന്ദു നീ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അറിയാലോ, അച്ഛനും അമ്മയൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിന്റെ നാളത്തെ വിവാഹ നിശ്ചയത്തിനും പിന്നെ ശേഷമുള്ള വിവാഹത്തിനും വേണ്ടിയിട്ട്. എനിക്കറിയാം ചേച്ചി, പക്ഷേ എങ്കില് എനിക്ക് അയാളെ ഇഷ്ടമില്ല. നയന പറഞ്ഞു, നിനക്കറിയാലോ നന്ദു, മുമ്പ് ഞാനും ആദർശാന്റെ കൂടെ വന്നത് പോലും അനിയെക്കുറിച്ച് സംസാരിക്കാൻ. പക്ഷെ ആ സമയത്ത് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ലഹള ഉണ്ടായിക്കൊണ്ടിരുന്നേ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കത് പറയാൻ പോലും പറ്റില്ല. ചേച്ചി, അയാൾ ഈ കുടുംബത്തിലുള്ളവരെല്ലാരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അച്ഛനെ അമ്മേനെയൊക്കെ കയ്യിലെടുത്തിരിക്കുക. അതാ കുഴപ്പം. അയാളുടെ ശരിക്കുള്ള സ്വഭാവം അതൊന്നും അല്ല. അയാൾക്ക് വേറെ സ്വഭാവമുണ്ട്. നന്ദു നീ അതൊന്നും ഓർക്കണ്ട. നീ ഇപ്പൊ കിടക്കാൻ നോക്ക്. ചേച്ചി കിടന്നോ. എനിക്ക് ചേച്ചി ഉറങ്ങി കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ നന്ദു, നീ വേറെ വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ മനസ്സിൽ?
ഏ, ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതൊക്കെ ചേച്ചി അറിഞ്ഞിരിക്കും. അറിയേണ്ട കാര്യങ്ങളെല്ലാം ചേച്ചി അറിഞ്ഞിരിക്കും. ചേച്ചിക്കറിയാലോ, എൻ്റെ മനസ്സിൽ ഞാൻ ഒരാൾക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളൂ, അനിക്ക്. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അനിയെ മാത്രം. ഉം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഇടപെടിയുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ചേച്ചി. നീ എന്താ നന്ദു ഉദ്ദേശിക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ. ഉം. എനിക്ക് ചെയ്തു തീർക്കേണ്ടായ കുറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ രാത്രി എനിക്ക് പ്രധാനപ്പെട്ട രാത്രിയാ. നാളെ വിവാഹ നിശ്ചയമല്ലേ, അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് കിടക്കുവാണ്. അപ്പോഴേക്കും നയന നന്ദുവിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുക. പക്ഷെ നയനയ്ക്ക് അറിയില്ല നന്ദുവിന്റെ മനസ്സിലെ പ്ലാൻ എന്താന്നുള്ള കാര്യം. നന്ദു മനസ്സിൽ എന്താ കരുതി കൂട്ടി വെച്ചിരിക്കുന്ന കാര്യം. ആ രാത്രിയിൽ ചെയ്തു തീർക്കാനായിട്ട് അവർക്ക് കുറെ കാര്യങ്ങളുണ്ട്. പോരാത്തതിന് അതിന് കുറെ വിവരങ്ങളൊക്കെ നന്ദുവിനോട് പറഞ്ഞിട്ടുമുണ്ട്. അവന്റെ സ്വഭാവങ്ങൾ എന്താ എങ്ങനെയാന്നുള്ള കുറിച്ചതിനൊക്കെ എനിക്ക് കുറെ വിവരങ്ങൾ കിട്ടുകയും ചെയ്തായിരുന്നു. അങ്ങനെ വിവാഹം മുടക്കാനായിട്ട് അവരൊരുങ്ങുകയാണ്. വിവാഹം മുടങ്ങുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ അലീനയുടെ മനുഷ്യങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പുതിയ ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.